നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ നേരുകയാണ്. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ ഇങ്ങനെ ആഘോഷിച്ചിരിക്കുന്ന ഒരു സമയമാണ്. ഇന്ന് ഈ സമയത്ത് ഏറ്റവും വിശിഷ്ടമായൊരു അതിഥി തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതൊന്നും ആവശ്യമില്ല. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മേജർ രവി സാറാണ് ഇന്ന് ഈ ഓണദിനത്തിൽ നമ്മോടൊപ്പം അതിഥിയായി വന്നിട്ടുള്ളത്. സാർക്ക് ആദ്യമായിട്ട് ഓണാശംസകൾ നേരെയാണ്. ഞങ്ങളോടൊപ്പം ഈ ഒരു സമയത്തും വിലപ്പെട്ട സമയത്ത് ഞങ്ങളോടൊപ്പം ഒരു അതിഥിയായി വന്നതിൽ ആദ്യമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം എനിക്ക് പറയാനുള്ളത്, ഇപ്രാവശ്യം കാര്യമായിട്ട് ഓണമൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഏറ്റവും പ്രിയപ്പെട്ട അനിയൻ്റെ വിയോഗം, കണ്ണേട്ടൻ്റെ വിയോഗം ഉണ്ടായ ഒരു സമയത്താണ് ഈ ഓണം വന്നെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് കാര്യമായിട്ട് പരിപാടികളൊന്നും ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. എന്താണ് പറയാനുള്ളത് ഈ ഒരു ഓണനാളിൽ? ആദ്യമായിട്ട് ഒറ്റപ്പാലത്ത് ജനങ്ങളോട് ഈ ഒരു അവസരം ഞാൻ നന്ദി പറയാൻ. കാരണം ഞാൻ ആദ്യമായിട്ട് രാഷ്ട്രീയ ഫീൽഡിലോട്ട് വന്ന് ഒരു ഇലക്ഷൻ നിന്ന് 25,000 വോട്ടുണ്ടായിരുന്ന സ്ഥലത്ത് നിങ്ങളെല്ലാവരും കൂടെ എനിക്ക് 43,000-ഓളം വോട്ട് തന്ന് അത്രയും ഒരു ജനസമ്മതി എനിക്ക് തന്നതുകൊണ്ട് നിങ്ങളുടെ സ്നേഹം, അതിന് നേരിട്ട് വന്ന് നന്ദി പറയാൻ അവസരം കിട്ടാത്തത് കൊണ്ട് ഇപ്പോൾ ഈ TV-യുടെ ചാനലിൽ കൂടെ ഞാൻ നിങ്ങൾ എല്ലാ ഒറ്റപ്പാലത്തുകാർക്കും എനിക്ക് വോട്ട് തന്ന് ഇത്രയധികം ഒരു ഭൂരിപക്ഷം തന്നിട്ടുള്ള ഭൂരിപക്ഷമല്ല, അത്രയും വോട്ട് തന്ന് നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുന്നു. അതിൻ്റെ കൂടുതൽ എല്ലാവർക്കും wish you a very very happy ഓണം to you all. Enjoy yourself. പിന്നെ ഈ ഓണത്തിന് എന്ത് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ ഓണവും ഒരു മലയാളിക്ക് വളരെ പ്രിയപ്പെട്ടതല്ലേ. അത് ജാതി ഭേദമന്യേ നമ്മൾ ആഘോഷിക്കുന്നൊരു സംഭവമാണത്. പണ്ടത്തെ കാലത്ത് ഒരിക്കലും നമ്മൾ ഏത് ജാതി ഏത് മതം എന്നുള്ളതൊന്നും ഇല്ലാതെ തന്നെ ഓണം ആഘോഷിച്ചിരുന്നൊരു കാലമുണ്ട്. ഇപ്പം നമുക്കറിയാം, രാഷ്ട്രീയപരമായിട്ട് ചില ആളുകൾ അതിൽ നിന്ന് പോലും ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഓണം വെറും ഹിന്ദുക്കളുടെ മാത്രമാണ്, അല്ലെങ്കിൽ ഇവിടെ ഈ ജാതി പറയില്ല, ആദ്യം നിർത്തിക്കിട്ടുമെന്നുള്ളതാണ് ഞാൻ സാറ് സത്യം പറഞ്ഞാൽ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതാണ്. ഇനിയെങ്കിലും നിങ്ങളത് ഏത് ജാതി ഏത് മതം എന്ന് ചോദിക്കാതെ, എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ഇപ്പം ഞാൻ നിൽക്കുന്ന പാർട്ടിക്കാരാണെങ്കിലും ഇപ്പം ആൾക്കാർ പറയുന്നത് അത് വർഗീയവാദമാണത്. ഇതെല്ലാം നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതാണ്. നമ്മളെന്തിനാ ഈ ജാതിയെക്കുറിച്ച് സംസാരിക്കുന്നു എന്നുള്ളതാണ് ഈ ഓണത്തിന് എനിക്ക് ചോദിക്കാറുള്ളത്. ഒരു സന്ദേശം തന്നെ അതിനപ്പുറമാണല്ലോ, അതിനപ്പുറത്താണത്. ആ അപ്പുറത്തുള്ള സന്ദേശം കൊണ്ടു നടക്കുന്ന മലയാളീസിന് നിങ്ങളെങ്ങനെയാണ് ഓരോരോ വിഭാഗമാക്കി മാറ്റിയിരിക്കുന്നത്? ഓണം എന്നുള്ളൊരു കോമൺ മലയാളിയുടെ ഉത്സവമായിരുന്നു അത്. ക്രിസ്മസ് നമ്മൾ ഈ സൈഡിലേക്കൊന്നും അത്ര വലിയതില്ലെങ്കിലും നോർത്തേൺ സൈഡിൽ സദേൺ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പാലാ, ഇടുക്കി ആ ഏരിയയിലെല്ലാം നല്ല ആഘോഷം. പക്ഷെ നമ്മൾ ഇവിടെയുള്ള ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻസ് എല്ലാവരും ഒന്നിച്ച് ആഘോഷിച്ചിരുന്നത് തന്നെയാണ് ഓണം. ആ ഓണത്തിന് അതുപോലെ തന്നെ ആ പഴയ രുചിയോട് കൂടിയിട്ട് ആഘോഷിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഇനിയും നമ്മൾ ഈ ജാതി മതം സംസാരിക്കാതെ മനുഷ്യത്വം മാത്രം സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് പോട്ടെ. ഇനി വരുന്ന തലമുറ അങ്ങനെയുള്ള തലമുറ ആവട്ടെ. പക്ഷെ ഇപ്പം എന്നെ ഏറ്റവും അധികം ഭീതിപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞാൽ, ചില പുതിയ ജനറേഷന് ചില വാക്കുകൾ ഇട്ടിട്ട് ഈ ജെൻസി എന്നൊക്കെ പറഞ്ഞിട്ട്, ഇതാരാണ് ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് തന്നെ അറിയില്ല. അങ്ങനൊരു തലമുറ ഉണ്ടോ? ജെൻസി എന്ന് പറഞ്ഞിട്ട് എന്താണ്? അല്ലെങ്കിൽ ആൽഫ, ഇത് ബീറ്റ, ഗാമ എന്നൊക്കെ പറഞ്ഞിട്ട് ജെൻസി ഓണെന്നും കൂടി പറയുന്നുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഞാനിത് കേട്ടപ്പോൾ ഈ ഡൽഹി പ്രോബ്ലം കഴിഞ്ഞപ്പോഴാണ് ഞാനതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തത്. അതിൽ പോലും ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ 2 ദിവസം നീറ്റിൻ്റെ പിള്ളേരുണ്ടായിരുന്നു. അവർ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അവരെ തല്ലിയത് തെറ്റ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ നീറ്റിൻ്റെ ആൾക്കാരില്ലായിരുന്നു. അവിടെ വന്നിരുന്ന മുഴുവൻ പലരുമാണ്. അത് നമ്മുടെ ഇവിടുത്തെ സ്വാതന്ത്ര്യത്തിനെ മിസ്യൂസ് ചെയ്തുകൊണ്ട് ആരെ വേണമെങ്കിലും എന്ത് അസഭ്യം വേണമെങ്കിലും പറയാമെന്നുള്ളൊരു പ്ലാറ്റ്ഫോമായിട്ട് മാറിയ ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു. അത് അപ്പോൾ ഈ ജെൻസി എന്ന് പറയുന്നതിനെ കുറിച്ച് ഞാനങ്ങനെ സ്റ്റഡി ചെയ്ത് നോക്കുമെന്ന് പറയുന്നത്, എല്ലാവരും പറയുന്നത് ഒരു 20-25 ഇയേഴ്സിൻ്റെ റേഞ്ച് എന്നുള്ളതാണ് അവർ പറയുന്നത്. ഒരു 2097, 98 ഈ മൊബൈൽ ഫോൺ എന്നാണ് എല്ലാവർക്കും ഒരു ആക്സസിബിളായിട്ട്. ഇൻകമിങ് കോൾ പോലും ആദ്യം ചാർജബിൾ ആയിരുന്നു. അതിൽ നിന്ന് മാറി ഇൻകമിങ് കോൾ ഫ്രീ ആയൊരു സമയമാണ് 97, 98 സമയങ്ങൾ. ഈ സമയം തൊട്ടിട്ട് നമ്മൾ കാണുന്ന എന്തായിരുന്നു, നമ്മളിപ്പോഴുള്ള മുതിർന്നവർ അവരെയാണ് നമ്മൾ കുറ്റം പറയുന്നത്. കാരണം ഒരു ഹോട്ടലിൽ നമ്മൾ ചാപ്പാട് കഴിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ആ ടേബിളിൽ ഒരു കുട്ടിക്കൊരു ചെറിയൊരു ടേബിൾ ഇട്ടിട്ടുണ്ടാവും, ചെയർ ഇട്ടിട്ടുണ്ടാവും, ബേബി ചെയർ. ആ ചെയറിന് മുകളിൽ ആ കുട്ടീനെ എടുത്തിട്ട് കയ്യിൽ മൊബൈൽ ഫോൺ ആൻഡ്രോയിഡും കൊടുത്തിട്ട് വെച്ചിരിക്കുകയാണ്.
ആ കുട്ടിയുടെ വയസ്സ് നോക്കിക്കഴിഞ്ഞാൽ 2 വയസ്സായിരിക്കും. പക്ഷേ എനിക്കറിയുന്നതിനേക്കാൾ കൂടുതൽ അതിൻ്റെ ടെക്നിക്കാലിറ്റി ആ കുട്ടിക്ക് അറിയാം. പക്ഷേ ആ കുട്ടിക്ക് ലെഫ്റ്റിലെന്താണ് റൈറ്റിലെന്താണ് ആരാണ് ഒന്നും അറിയില്ല. മുമ്പിലിരിക്കുന്ന ഭക്ഷണം പോലും കുട്ടി കാണുന്നില്ല. ഇതിൻ്റെ മുകളിൽ ഗ്ലൂഡാണ്. ഇതാണ് ഈ ജെൻസിയുടെ ഒരു തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ലോകമായിട്ട് യാതൊരു ബന്ധവുമില്ല. മറ്റത് നമ്മളെങ്ങനെയായിരുന്നു, നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോവാണ്, ഒരു വീട്ടിൽ പോവാണ്, ഒരു ഹോട്ടലിൽ പോവാണ്, അവിടെ തമ്മിൽ കുട്ടികൾ തമ്മിൽ കളിച്ച് അവരങ്ങ് ഫ്രണ്ട്ഷിപ്പായി ആളുകൾ തമ്മിലൊരു സംസാരവും കൂട്ടുകെട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അതല്ല, ഒറ്റപ്പെട്ടുകൊണ്ട് ഇരിക്കണം. അത് ഇതിലോട്ടങ്ങ് പോയി. പിന്നെ ഇവിടെ എന്തായി, ക്ഷമയില്ലാത്തൊരു ലോകത്തിലോട്ട് പോകുന്നു. ഇത് കേൾക്കുന്ന നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ക്ഷമയില്ലാതായി, ഒന്നിനും ക്ഷമയില്ല. ഇന്ന് നിങ്ങൾ കാണുന്നുണ്ട് 10 വയസ്സായ 12 വയസ്സായ കുട്ടിക്ക് മൊബൈൽ കൊടുത്തില്ല, ആത്മഹത്യ ചെയ്തു. അച്ഛനെ കൊല്ലുന്നു, മുത്തച്ഛനെ കൊല്ലുന്നു. കുട്ടികളെ ഒന്ന് വഴക്ക് പറയാൻ പോലും രക്ഷിതാക്കൾ പേടിക്കേണ്ട ഒരു സാഹചര്യം. കാരണം എന്താ, ഞാനിതിൽ ഈ റീല് കണ്ടിട്ട് എനിക്ക് ക്ഷമയില്ല. എനിക്ക് 30 സെക്കൻഡ് അല്ലെങ്കിൽ 10 സെക്കൻഡ് കൂടുതലുള്ളത് കാണാൻ താല്പര്യമില്ല. അതാകുമ്പോൾ ഞാൻ സ്ക്രോൾ ചെയ്തു കെട്ടി. അപ്പം നമ്മുടെ ക്ഷമാശക്തി എന്ന് പറയുന്നത് തലേന്ന് പോയിരിക്കുന്നു. എന്തും എനിക്ക് പെട്ടെന്ന് വേണം, ഇതാണ്. പക്ഷേ ഈ പെട്ടെന്നുള്ളതൊന്നുമല്ല, നമ്മളൊക്കെ അധ്വാനിച്ചുണ്ടാക്കിയിട്ടുള്ളൊരു ലൈഫുണ്ട്. ആ ലൈഫിനെയാണ് നമ്മൾ മറന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അച്ഛ എന്ന് വാ തുറന്ന് വിളിക്കാനോ അല്ലെങ്കിൽ അമ്മയെന്ന് വിളിക്കാനോ, അമ്മയായിട്ട് വഴക്കിടുകയാണെങ്കിലും ശരി അമ്മേനെ വിളിക്കും. ഇതിപ്പോൾ അമ്മയായിട്ട് വഴക്കിടാൻ അമ്മ സമ്മതിക്കില്ല, കാരണം ഇതിനകത്ത് കൈ കൊടുത്തിരിക്കുന്നു. ഇതിലൊക്കെ ഒരു കാരണം ഇവരൊന്നും പ്രയാസങ്ങൾ അനുഭവിക്കുന്നില്ല എന്നതാണ്. ഇപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ പ്രയാസങ്ങൾ അനുഭവിക്കില്ല. ഇപ്പോൾ ഓണം, ഇപ്പോൾ നമുക്കറിയാം കുട്ടിക്കാലത്ത് ഇപ്പോൾ സാറൊക്കെ ഓണം എങ്ങനെ ആഘോഷിച്ചിട്ടുണ്ടാവുക, ആ വീട്ടിലെ അവസ്ഥ. ഞാനൊക്കെ എങ്ങനെയായിരുന്നു, ഞാൻ ഞാങ്ങാട്ടിയിൽ ഒരു നായർ തറവാട്ടിലത്തെ ആളാണ്. അപ്പോൾ ഞങ്ങളുടെ വളപ്പെന്ന് പറഞ്ഞാൽ എൻ്റെ തറവാട്ടിലുണ്ടായിരുന്ന വളപ്പിന് ഒരു 5-5.5 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു, ഒരു കുളം ഇതൊക്കെ ഇല്ല. അപ്പോൾ അതിൻ്റെ ഒരു പെർട്ടിക്കുലർ പ്ലാവുണ്ട്. ആ പ്ലാവിലാണ് ഞങ്ങളുടെ കാര്യസ്ഥൻ ഊഞ്ഞാലിടുക. ഊഞ്ഞാലിടുന്നത് പഴയ കയറിന്, നിങ്ങളൊക്കെ ഇവിടെ കയറിലായിരിക്കും കണ്ടാണ്, ഞങ്ങൾ മുളയുടെ ഊഞ്ഞാലാണ് ഉണ്ടായത്. അപ്പോൾ അതിന് കറക്റ്റായിട്ട് ഈ കാര്യസ്ഥൻ്റെ പിന്നാലെ നടക്കും ഞങ്ങൾ. കുട്ടീഷനാരെ മുളയെന്ന് വിട്ട് ഈ കുട്ടികളും ഓണം വരുമ്പോഴത്തേക്കും ഞങ്ങൾ ഈ കുട്ടീഷനാരുടെ പിന്നാലെ നടക്കുകയാണ്. എന്നിട്ട് നടന്നു കഴിഞ്ഞാൽ അവസാനം സമയം കിട്ടുമ്പോൾ വിട്ടാം. അവസാനം ഒരു ദിവസം കാണാം കുട്ടീഷനാർ മുളയൊക്കെ വെട്ടി ഒരു സൈഡിൽ വെച്ചിട്ട് നമ്മളറിയാതെ മൂപ്പർക്ക് അതൊരു സുഖമാണ്, നമ്മളറിയാതെ അത് വെട്ടി റെഡിയാക്കി വെച്ച്. പിന്നെ നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ ഈ മുള കൊണ്ട് എങ്ങനെയാണ് ഒരു ഊഞ്ഞാലുണ്ടാക്കുന്നത്. അന്നത്തെ കുട്ടികളോട് ചോദിച്ചാൽ ആർക്കും പറയാൻ പറ്റുമോ? എനിക്ക് പറയാൻ പറ്റുമോ? ഒരു കൗതുകത്തിനൊക്കെ വേണ്ടി അത് ചിലടത്ത് സെറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതെങ്ങനെയായിരുന്നു, അതിന് വേണ്ടത് കൗങ്ങിൻ്റെ, നമുക്ക് അതിൻ്റെ ആ പാള വേണം. അതെന്തിനാണ് ഈ പാള, എന്തുകൊണ്ട് പാള, എന്തുകൊണ്ടായാലും ചാക്കൻ്റെ മുകളിൽ അതവിടെ ഇട്ടിട്ട് ഇതില്ല. പാള എന്ന് പറഞ്ഞാൽ അത് സസ്റ്റെയിൻ ചെയ്യും. അത്രയും ഫ്രിക്ഷൻ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഓണം സീസൺ ഫുൾ സസ്റ്റെയിൻ ചെയ്യുന്ന ഈ പാളയാണ്. ആ പാളയുടെ മുകളിലാണ് ഈ 2 കമ്പും കൂടെ കയറ്റിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു കാലത്തിനെ കുറിച്ച് ഇന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ന്യൂ ജെൻസി എന്ന് പറയുന്നവർക്ക് ഇവർക്ക് അറിയില്ല. ബിക്കോസ് ദേ ഹാവൻ സീൻ, ആ കുട്ടീഷനാരുടെ പിന്നാലെ നടക്കുന്ന കുട്ടികളെന്ന് കാണാനില്ല. അല്ലെങ്കിൽ മൂപ്പരെ സോപ്പിട്ടിട്ട് കുട്ടീഷനാരെ ഒന്ന് തരൂ. ഇന്നിപ്പോൾ അങ്കിളായി. അന്ന് കുട്ടീഷനാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നായരെ അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. ബഹുമാനം ഉണ്ടായിരുന്നു, പേടിയുണ്ടായിരുന്നു. കാര്യസ്ഥനായിരിക്കാം, മൂപ്പര് പണിക്കാരനാണ്. പക്ഷെ ആ കാര്യസ്ഥനെ പോലും റെസ്പെക്റ്റ് ചെയ്യാൻ പഠിപ്പിച്ചിരുന്ന തറവാടിത്തം ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനും ഒരു റെസ്പെക്റ്റ് കൊടുക്കും. കാരണം അദ്ദേഹത്തിന് തല നരച്ചിട്ടുണ്ട്, അദ്ദേഹം ഈ ഫുൾ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്നു. അപ്പോൾ അവിടെ ഒരു ബന്ധം ഉണ്ടായിരുന്നു. അതിനകത്ത് ആ ആള് അയാളുടെ ഫൈനാൻഷ്യൽ കപ്പാസിറ്റി ഇതൊന്നുമല്ല, ഒരു ബന്ധമാണത്. കുട്ടീഷനാരാണ് ഈ വീടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതെന്നുള്ളറിയാം. അപ്പോൾ അച്ഛൻ അച്ഛനോട് ചോദിക്കണേക്കാളും കൂടുതൽ കാര്യങ്ങളും സംസാരവും കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിനായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്ന കാലത്തിൽ നിന്ന് മാറിയിട്ട് വന്നിരിക്കുന്നതാണ് ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ഒരു മൊബൈലിൽ ഒതുങ്ങിയിരിക്കുന്നത്. ഇവിടെ ഇപ്പം ഇന്നലെ ഒരു ടീച്ചറിന് 27 കുത്തിയിരിക്കുന്നു 10ാം ക്ലാസ്സുകാരൻ. എന്തിനാണ്? സോ നിങ്ങൾക്ക് ക്ഷമയില്ല. ഇപ്പം ഒരു ടീച്ചർ നിങ്ങളെ ഒരു പുളിവാറിൽ വെച്ചിട്ട് ഒരു അടി അടിച്ചു കഴിഞ്ഞാൽ, പുളിവാറിൽ വിട്ടിട്ട് ഒരു പേപ്പറും മടക്കിയിട്ട് അടിച്ചാൽ പോലും ഇന്ന് നിങ്ങൾ അയാളെ തിരിച്ചടിക്കാൻ നോക്കി നടക്കുന്ന ആൾക്കാരാണ്. ഞങ്ങളുടെ കാലത്ത് വീട്ടിൻ്റെ മുമ്പിലുള്ള പുളിവാറിൻ്റെ പലപ്പോഴും സ്കൂളിൽ ഞങ്ങൾ വടി ചെത്തി കൊണ്ടു കൊടുക്കണം മാഷ്ക്ക്, ഞങ്ങളെ അടിക്കാനുള്ള വടി. അതിന് കംപ്ലൈൻറ്റ് നമ്മളെ അടിക്കാനുള്ള വടി നമ്മൾ തന്നെ കൊണ്ടുകൊടുക്കുക. അപ്പോൾ അതെന്താണ്, ആ വടി ഉണ്ടാക്കിയിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. അതൊക്കെ ചെത്തി മിനിക്കുക. കാരണം ഈ വടി കൊണ്ട് നമുക്ക് അടികൊള്ളണം. അപ്പോൾ അതിനുള്ള കമ്പും ഇതൊന്നും ഇങ്ങനെ നിൽക്കാൻ പാടില്ല. അതൊക്കെ കൃത്യമായി കഴിച്ച് എണ്ണക്കെട്ടും വഴിക്ക് നമുക്കാണല്ലോ കൊള്ളുന്നത്. ഇത് കൊണ്ടുകൊടുത്തിരുന്നൊരു കാലം. എന്നിട്ട് കുട്ടികളോട് ചോദിക്കാൻ പറ്റും, ഹൗ ക്യാൻ യു ഡു ദിസ് എന്ന് ചോദിക്കുന്നുള്ളൂ. ഹൗ ക്യാൻ യു ബീറ്റ് ദ ചൈൽഡ് എന്ന്. ബീറ്റ് ദ ചൈൽഡ് എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു കാലത്ത്
ആ അടിക്കൊരു സുഖമുണ്ടായിരുന്നു. ആ അടി കിട്ടിയിട്ടുള്ള എത്രയോ കാരണവന്മാരെ ഇന്ന് നമ്മൾ കാണുമ്പോൾ നമുക്ക് ആ ഒരു മുണ്ട് മടക്കി ആ മൂപ്പർക്ക് നമ്മൾ ചിലപ്പോൾ അറിയില്ലായിരിക്കും. വയസ്സ് 90, 95 വയസ്സൊക്കെ ആയി കാണുമായിരിക്കും. പക്ഷെ എങ്കിലും അദ്ദേഹത്തെ കാണുമ്പോൾ നമ്മളൊന്ന് ഓശാനിച്ച് അവിടെ നിൽക്കും. അതെന്താണ്? അതിനൊക്കെ ഒരു സുഖം ഉണ്ടായിരുന്നു. ആ സുഖമെല്ലാം പോയി. ഇന്ന് എനിക്ക് ജീവിക്കാൻ പേടിയാണ്. കാരണം എൻ്റെ പേരക്കുട്ടി എന്ത് പ്രാന്തിലാണ് എന്നെ വന്ന്, ഞാൻ ഉറങ്ങുന്ന സമയത്ത് എന്നെ വന്ന് കുത്തുക എന്നുള്ളത് എനിക്കറിയില്ല. ആ സിറ്റുവേഷനിലേക്കാണ് പോയിരിക്കുന്നത്. സോ ഇവിടെ നമ്മൾ ഓർക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായിട്ടുള്ള കാര്യം, ഇനിയെങ്കിലും കുട്ടികളെ ഈ മൊബൈൽ ഫോൺ ഇതിൻ്റെ നടുക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് നിങ്ങൾ ഡിസ്റ്റൻസ് ഉണ്ടാക്കരുത്. ആ കുട്ടികളെ കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനും മറക്കരുതിരിക്കുക. അതുപോലെ ആ കുട്ടികൾക്ക് ആ സ്വഭാവം ഉണ്ടാക്കി കൊടുക്കണം. സ്കൂളിൽ പോകുന്ന സമയത്താണെങ്കിലും ഒരു 2 ആഴ്ച കമ്പൽസറി ആയിട്ട് മോനോട് വാ ഒന്ന് ഉമ്മ വെച്ച് വിട്ടു. കുട്ടികളുടെ പഠനം ഉൾപ്പെടെ ഇന്ന് മൊബൈലിൻ്റെ ഭാഗമായി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു സാധ്യമാണോ ഇതൊക്കെ? ഇത് കാരണം നമ്മൾ ബോഡി ടച്ച് പോയി. ഒരു അച്ഛൻ്റെയും അമ്മയുടെയും ചൂട്, ശരീരത്തിൻ്റെ ചൂട് കുട്ടികൾ കാണുന്നില്ല, അറിയുന്നില്ല. ബിക്കോസ് ദേ ഡോണ്ട് വാണ്ട് ടു ടച്ച്. അപ്പം ആ ടച്ചിൽ നിന്ന് പോകുന്ന എന്താണ്, നമ്മൾ എവിടെയോ ഒരു ഡിസ്റ്റൻസ് അങ്ങോട്ട് വന്നു. ഈ ഡിസ്റ്റൻസ് വരുമ്പോഴാണ് ഈ നടുക്ക് എല്ലാ കച്ചറകളും വന്ന് കയറുന്നു ഈ ഗ്യാപ്പിൽ. അതുകൊണ്ട് ആ ഗ്യാപ്പ് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ ഒരു പക്ഷെ നമുക്ക് നമ്മുടെ കുട്ടികളെ തിരിച്ചു പിടിക്കാൻ സാധിക്കുമായിരിക്കും. പക്ഷെ ഇന്ന് കുട്ടികൾ പോകുന്ന പോക്ക്, അതുകൊണ്ടാണ് ഇത്രയധികം ഡ്രഗ്സിൻ്റെയും മാഫിയ. ഇപ്പം രമേശേട്ടൻ കുത്തിമറിഞ്ഞ് നടക്കുകയാണ് ഹോം മിനിസ്റ്റർ ഇത് ചെയ്യാൻ. കാരണം അത്രയും ഉള്ളിലോട്ട് കയറിയിരിക്കുന്നു ആ കുട്ടികളുടെ. ഞാൻ നാളെ ഏതൊരാളോട് സംസാരിക്കുമ്പോൾ പറയാം, പെൺകുട്ടികളുടെ ബാഗിനകത്തടക്കം എന്തൊക്കെയോ പേരുകൾ പറയുന്നത് കേട്ടു. പേരുകളിലെ ഞാൻ കേട്ടിട്ടൊന്നുമില്ല. എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ എന്താണെന്നറിയില്ല, എനിക്ക് ഇപ്പോഴും അതൊന്നും പിടിയില്ല. എന്തൊക്കെയോ സാധനമുണ്ട്, അത് കടയിൽ കിട്ടും, വാങ്ങിക്കാൻ കിട്ടും. അത് കുട്ടികളുടെ ബാഗിലുണ്ടാവും. വെറുതെ നാക്കിലവിടെ വെച്ചിരിക്കുന്നത് വേറൊരു മൂഡിലാണ് അവർ പോകുന്നത്. സോ ഈ ഓണത്തിന് എനിക്ക് ഇതേ പറയാനുള്ളൂ നിങ്ങളോട്, ഒരു മെസ്സേജാണത്. കാരണം നമുക്ക് നമ്മുടെ കുട്ടികളെ തിരിച്ചു വേണം, നമ്മുടെ ഫ്യൂച്ചർ നമ്മുടെ രാജ്യത്തിന് വേണം. പക്ഷേ നമ്മുടെ രാജ്യത്തിന് എന്ന് പറയുന്ന നമ്മുടെ ഫ്യൂച്ചർ എന്ന ആ കുട്ടികളെ ഇന്ന് നമ്മൾ തന്നെ അറിയാതെ നമ്മളിൽ നിന്ന് വലിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. നമ്മളറിയുന്നില്ല. നമ്മൾ മരിക്കുന്ന സമയം ഇപ്പം സുപ്രീം കോടതി ഇന്ന് ഓർഡർ കൊടുത്തിരിക്കുന്നു, ഓർഡർ ഇറക്കി. കാരണം അവരും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. അച്ഛനമ്മമാരെ നോക്കാത്ത കുട്ടികൾക്ക് സ്വത്തിൽ യാതൊരു അവകാശമില്ല എന്നുള്ളത്. അപ്പം അങ്ങനെ വരുന്ന നോക്കാത്ത ആവശ്യകത വന്നു, ആരവല്ലിക്ക് എത്തി. അപ്പം ഇപ്പോഴും പേടിയാണ്. പിന്നെ അപ്പം ഇതിങ്ങനെ വരുന്നതിന് മുന്നേ ചിലപ്പോൾ ഇതിനെ എങ്ങനെയെങ്കിലും തട്ടിക്കളഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ ചിന്താഗതി പോകുന്നത് എങ്ങനെയാണ്. പക്ഷെ അതുകൊണ്ട് നമ്മൾ മുതിർന്നവരാണ് ഇനിയിപ്പം ഇതിനൊന്ന് തിരിച്ചു പിടിക്കേണ്ടത്. കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കുന്നതിനേക്കാൾ നല്ലത് പ്രാക്ടിക്കലായിട്ട് അവരെ നമ്മൾ അടുപ്പിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളാണ് നിങ്ങളുടെ പ്രൊട്ടക്ടേഴ്സ്, അല്ല നിങ്ങളുടെ ഫ്രണ്ട്സ് ഈ നാക്കിനടിയിൽ ഒട്ടിച്ചേരുന്ന സാധനം വെച്ചിട്ട് കിളിപോയി നടക്കുന്ന അവരെല്ലാം നിങ്ങളുടെ ഫ്രണ്ട്സ്. അവരെ നിങ്ങളെ നശിപ്പിക്കുന്നവരാണ് അവർ. അപ്പം അതുകൊണ്ട് മക്കളെ, നിങ്ങൾക്ക് ജന്മം തന്ന അച്ഛനും അമ്മയുണ്ട്. ഈ അച്ഛനും അമ്മ ഇരിക്കുന്ന സമയത്ത് അവരുടെ വാല്യൂ എന്താണെന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ അവരോട് ഇടപഴകിക്കൊണ്ട് ഒരു 10 മിനിറ്റ് ഈ കുട്ടികളായിട്ട് സംസാരിക്കാൻ സമയം കണ്ടെത്തി. ഹോട്ടലിൽ നിങ്ങൾ പോകുന്ന സമയത്ത് എന്തിനാണ് ഈ കുട്ടിയുടെ കയ്യിൽ ഇത് കൊടുക്കുന്നത്? ആ സമയത്ത് അവിടെ ഇരുന്ന് ചോദിക്കുക, മെനു കാർഡ് കാണിച്ചു കൊടുക്കുക, ഇതിലെന്താണെന്നുള്ളത്, ഇത് ഏതാണ്. ഒന്നുമില്ല, നമ്മൾ ഇഷ്ടമുള്ള ഓർഡർ ചെയ്യുന്നു, ആ കുട്ടീനെ ഇങ്ങ് തീറ്റിക്കുകയാണ്. അത് ഇതിലാണ് മൊബൈലിൽ അല്ല. അത് കുട്ടി ഇപ്പം ഹോട്ടലിൽ എന്ത് കഴിക്കുന്ന കുട്ടിക്ക് അറിയില്ല. കുട്ടി ഇതിൻ്റെ മുകളിലാണ്, വാതവർക്ക് കൊടുത്തു, അത് കഴിച്ചു പോയി. സോ യു ആർ നോട്ട് ടേസ്റ്റിംഗ്, യു ആർ നോട്ട് എൻജോയിങ് ദ ടേസ്റ്റ് ഓഫ് ദ ഫുഡ്. ഇതൊക്കെ എല്ലാം പോയി. അപ്പം അതുകൊണ്ട് എങ്ങനെയായിരുന്നു മറ്റൊരു കാര്യം ചോദിക്കാനുള്ള, ഈ പട്ടാളത്തിലൊക്കെ ആയിരുന്നല്ലോ, അപ്പോൾ പട്ടാളത്തിലെ ഓണം എങ്ങനെയായിരുന്നു? അവിടെ ഓണം ഉണ്ടാവാറുണ്ട്? ഓണം പിന്നെ പട്ടാളത്തിലെ ഓണം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഇത് എന്നും പാൻറ്റും ഷർട്ടും ഇട്ട് നടക്കുന്ന, യൂണിഫോം ഇട്ട് നടക്കുന്ന ആ ഒരു ദിവസം ഓണത്തിൻ്റെ അന്ന് നിങ്ങൾക്ക് ഈ മലയാളീസ് എന്ന് പറയുന്നത് തമിഴന്മാരൊക്കെ ആയിക്കഴിഞ്ഞാലും ഞങ്ങൾ അന്നാണ് ഒന്ന് മുണ്ട് കയറ്റി ധൈര്യത്തിൽ ബാരക്കുകളിൽ നടക്കുന്നത്. കാരണം വെച്ചാൽ അല്ലെങ്കിൽ മുണ്ടേറ്റിട്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. ഒന്നുകിൽ പൈജാമ കുർത്ത, അല്ലെങ്കിൽ ഷോർട്ട്സ്, അല്ലെങ്കിൽ പാൻറ് ഷർട്ട്, ഇങ്ങനെയൊക്കെയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ഓണം എന്ന് പറഞ്ഞാൽ അന്ന് ഓണാണെന്നുള്ള മറ്റുള്ളവർക്ക് അറിയുന്നത് ഈ കുറേ ആൾക്കാർ ഇതെല്ലാം മദ്രാസീസ് പൂരാത്തോ ലുങ്കി എന്നാണ് അവർ പറയുക, ധോത്തി എന്ന് പറയില്ല. അത് വിട്ടിട്ട് പിന്നെ അന്ന് ഞങ്ങൾ ഈ നമ്മളാൽ കഴിയുന്ന രീതിയിൽ, നമ്മളാൽ കഴിയുന്ന രുചിക്ക് അവിയലും ഓലിനും കാളിനും ഒക്കെ വെക്കാനൊക്കെ ശ്രമിക്കും. ചിലപ്പോൾ നന്നായിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ ഒരു ടേസ്റ്റ് മാത്രമായിരിക്കും. എങ്കിലും
അവിടെ സ്നേഹം ഉണ്ടായിരുന്നു, ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. ഒരുമിച്ചിരുന്നു കൊണ്ട് ആ ഒരു ആഘോഷങ്ങളും നാട്ടിലെ കാര്യങ്ങൾ പറച്ചിലും ഓണമായിട്ട് തന്നെ അന്ന് പട്ടാളത്തിൻ്റെ ടെൻഷനൊന്നും ഇല്ലാതെ ചിലപ്പോൾ ആ ഊണ് കഴിച്ച വഴിക്കായിരിക്കും ചിലപ്പോൾ ഡ്യൂട്ടിക്ക് പോകേണ്ടി വരിക. ചിലപ്പോൾ ആ പോയിട്ടുള്ള ആൾ ചിലപ്പോൾ തിരിച്ചു വരുകയൊന്നും ചെയ്യില്ലായിരിക്കും. അതൊക്കെയാണ് ഒരു പട്ടാളക്കാരൻ്റെ ഓണം. മറ്റ് ഭാഷക്കാരും മറ്റ് ദേശക്കാരും ഒക്കെ ഒരുമിച്ചായിരിക്കില്ലെന്നുണ്ട്. അവരോടൊക്കെ നമ്മുടെ നാട്ടിനെ കുറിച്ചൊക്കെ പറയാറുണ്ട്. ആ സമയത്ത് അന്ന് അവർ ഈ കഴിക്കുന്ന സമയത്ത് ഏക്കായ ഓക്കായ എന്ന് വെക്കുമ്പോൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. ഇത് ഓലെന്നാണ് പറയുന്നത്. അപ്പോൾ അവൻ പറയും ഇത് കൊള്ളാം കേട്ടോ. അവർക്ക് അത്രേ ഉള്ളൂ, പേരൊന്നുമല്ല, ഈ ടീക്ക് ഓ ടീക്ക്. പക്ഷെ എങ്കിലും അവിടെ ഒരു മിക്സിങ്ങും ആ ഒരു നാട്ടിലത്തെ കാര്യങ്ങളും എല്ലാം അന്ന് ഒരു ഡിസ്കഷനാണത്. അത് നമ്മളെല്ലാം മറക്കും. പക്ഷെ അവിടെയാണ് ഞാൻ പറഞ്ഞത്, ആ പട്ടാളക്കാരൻ്റെ ലൈഫിലും ആ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ വിളി വരുന്നത്. അല്ല ഞാൻ പറഞ്ഞത് പോവും, ചിലപ്പോൾ തിരിച്ചു വരും കൂടെ ഉണ്ടാവില്ലായിരിക്കും. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് ഓണം ഓഫ് പട്ടാളക്കാരൻ എന്നുള്ളത്. അതിപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും, ഇന്നലെ ഇപ്പോൾ നിങ്ങൾ കണ്ടുവേണം ആ സോൺമാർഗ് സൈഡിൽ ഒരു ലേഡി നിന്നുകൊണ്ട് ആം ജെൻസി എന്നൊക്കെ പറഞ്ഞെന്തോ, ഇന്നിപ്പം മാപ്പ് ഉപ്പുമാവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷെ അതൊരു പട്ടാളക്കാരൻ അവൻ്റെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയില്ല, അവിടെയൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ആ ഏരിയയിലൊക്കെ സർവീസ് ചെയ്തിട്ടുണ്ട്, എനിക്കറിയാതെ. ചില ഏരിയയിൽ ചെക്ക് പോസ്റ്റ് നമ്മൾ 5 മണി കഴിഞ്ഞാൽ ലോക്ക് ചെയ്യും. കാരണം ഇപ്പം ഗുംറിയിൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഗുംറി എന്ന് പറയുന്നത് ദ്രാസിൽ നിന്ന് ജോജിയിലേക്ക് ക്രോസ് ചെയ്ത് പോകേണ്ട സ്ഥലമാണ്. അവിടെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ 5 മണി. കാരണം എന്താ വെച്ചാൽ അപ്പുറത്ത് സ്നോ വീണ് കാണും, അത് ഇവർക്കറിയില്ല. ഈ വണ്ടി പോയി അവിടെ മാട്ടിക്കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചു വരാനും പറ്റില്ല. ഇതിൻ്റെയൊക്കെ സെക്യൂരിറ്റിക്കാണ് ഇവരുടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവിടെ നിന്ന് ക്ലിയർ ചെയ്തിട്ട് നമ്മൾ വിടാമെന്നത്. അതിന് കയറിയിട്ട് നിങ്ങൾ ജെൻസിയാണ് എന്തോ അഭിമാനത്തോടു കൂടി പറയുന്ന അതെല്ലാം കേട്ടിട്ട് ആ പട്ടാളക്കാരൻ അവിടെ നിൽക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അവൻ അതും സഹിക്കേണ്ടി വരും. എന്തെല്ലാം ഇൻസൾട്ടും ഇതായിക്കഴിഞ്ഞാൽ ഇന്നത്തെ ഇതിൽ ഒരു പട്ടാളക്കാരൻ അനുഭവിക്കുന്ന ഇൻസൾട്ടുകളെയാണ് ഞാൻ കാണുന്നത്. കാരണം അവിടെ വരുന്ന സിവിലിയൻ അറിയുന്നില്ല ഇവൻ എന്തെല്ലാം ഏത് മെൻ്റൽ ടെർമോയിലാണ് കിടക്കുന്നത്. ചിലപ്പോൾ അവിടെയും പട്ടാളക്കാരൻ ചിലപ്പോൾ അവൻ ഭ്രാന്തായിട്ട് നിൽക്കുകയായിരിക്കും. കാരണം അങ്ങോട്ട് പ്രതികരിക്കാൻ കഴിയില്ല, നമുക്ക് അവന് പ്രതികരിക്കാനും പറ്റില്ല. നല്ലൊരു കേണൽ, ഒരു ഫുൾ കേണലാണ് അവിടെ നിൽക്കുന്നത്, ഒരു DIG റാങ്കിലുള്ള ഒരുത്തനാണ് അവിടെ നിൽക്കുന്നത്. ആ ആളുണ്ടായിരുന്നിട്ട് അവരെ കൈകൊള്ളി നിങ്ങളൊന്ന് സമാനപ്പെടുന്നത്. അയാളുടെ ഡ്യൂട്ടിയാന്ന് നോക്കണം. അയാൾക്ക് പറയാം നോ ജസ്റ്റ് ഗെറ്റ് ലോസ്റ്റ് എന്നുള്ള അതും പറയാം. അവിടെ പോലും ആ പട്ടാളക്കാരൻ സമന്വയം പാലിച്ച് വളരെയധികം സ്മൂത്തായിട്ട് എന്തെല്ലാം തെളികൾ വിളിക്കും. സോ ഇതെല്ലാം ഞാൻ പറഞ്ഞു, ഇന്നത്തെ ജനത എങ്ങോട്ട് പോകുന്നു എന്നുള്ളത്. ഇത്തരം സമ്മർദ്ദങ്ങളും കാര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ടില്ല, ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ നിന്ന് മാറി ആ ജോലി വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്ത ശേഷം പിന്നീട് സിനിമയിലേക്ക് വരാൻ അതൊരു കാരണമായോ? നമുക്ക് അങ്ങനെയല്ല, ഞാൻ അവിടെ എനിക്ക് ചെറിയൊരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ റിസൈൻ ചെയ്തത്. അവിടെ ഞാൻ ഇതുപോലുള്ള സിറ്റുവേഷനൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഭയങ്കര റിബല്യസ് ആയിരുന്നു. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അത് ശരിയല്ലെങ്കിൽ അത് ശരിയല്ല. നിങ്ങളെങ്ങനെയാണ് എൻ്റെ അടുത്ത് ഷൗട്ട് ചെയ്യുന്നത്? നമ്മുടെ മേൽ ഓഫീസറോട് നമുക്കങ്ങനെ പറയേണ്ട വന്നിട്ടുണ്ട്. ഞാൻ പറയാം ഹെൽപ്പ് വിത്ത് ഇറ്റ് സർ, ഐ ഡിഡ് ഇറ്റ്. ഇപ്പം ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഒരാൾ വന്നിട്ട് എൻ്റെ മേക്കിട്ട് കയറിയിട്ട് എൻ്റെ അച്ഛനമ്മയ്ക്കും വിളിക്കുകയാണെങ്കിൽ ഞാൻ അടിച്ചിരിക്കും. പട്ടാളക്കാരൻ എന്ന് പറഞ്ഞിട്ട് അന്നത്തെ കാലത്ത് എനിക്ക് ക്ഷമയില്ലായിരുന്നു, സഹിക്കും. പക്ഷെ അന്നെന്താണ് ആ ഭയം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാം മൊബൈലിലാണ്. ഒരാൾ സംസാരിക്കുമ്പോഴത്തേക്കും ഇതെടുത്ത് കയ്യിൽ വെച്ചു, ഇത് വെച്ചിട്ട് അപ്പോൾ ഈ നമ്മൾ വിചാരിക്കും നമ്മളിനി അബദ്ധം ചെയ്യേണ്ട, കൺട്രോൾ ചെയ്യാണ്. പക്ഷെ അത് ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ മാറും. എൻ്റെ ടെമ്പർ ആയിരിക്കില്ല പ്രദീപിൻ്റെ ടെമ്പർ, ചിലപ്പം ഈ ടെമ്പർ ആയിരിക്കില്ല ചിലപ്പം സച്ചിയുടെ ടെമ്പർ. അപ്പം അത് ഡിഫേഴ്സ്. ഒരാൾ ടെമ്പറിനനുസരിച്ച് ആളും ടെമ്പർ ആയാലുണ്ടാവുന്ന സാഹചര്യം നമ്മൾ ഇഷ്ടംപോലെ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ സുപ്രീമസി എന്തായി? നമ്മൾ വി ഗോട്ട് വിൻ ഇറ്റ് എന്നുള്ളതാണ്. അവിടെ വിന്നിങ് എന്ന് പറയുന്നത് റൈറ്റിൻ്റെ വിന്നിങ്ങാണ്. ശരി അതിൻ്റെ വിജയം എന്നുള്ള മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് പട്ടാളക്കാരനായാലും ഹ്യൂമൻ ബീയിങ്സ് തന്നെയല്ലേ. ഈ സിനിമകളിലേക്ക് ഉള്ള വരവും അതും ഈ പട്ടാളത്തിലെ ജോലി തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടായിരുന്നു? ശരിക്കും പറഞ്ഞാൽ അങ്ങനെയില്ല. നമ്മുടെ എല്ലാവരുടെയും മനസ്സിനകത്തൊരു കലാകാരനുണ്ട്. ആ കല അവിടെ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു, ചെറുപ്പം മുതലുള്ള തന്നെയാണോ? അത് എനിക്കൊരു സിനിമയോടുള്ളതും അല്ലെങ്കിൽ നാടകം എന്നൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നിരുന്നതാണ് സ്കൂളിലൊക്കെ. പിന്നെ അത് സിനിമയായിട്ട് വന്നു. അത് ചില ബന്ധങ്ങൾ മോഹൻലാലായിട്ടും പ്രിയദർശനുമായിട്ടുള്ള ബന്ധം ഒരു ആക്സസ് കിട്ടി. പക്ഷേ എങ്കിലും ആ കഥ മോഹൻലാലിന് ഇഷ്ടപ്പെട്ടതുകൊണ്ട് കീർത്തിചക്ര എന്നുള്ളൊരു സിനിമ ഉണ്ടായി. എന്ന് വെച്ചാൽ അന്ന്
അദ്ദേഹം അത് പറയാണ്, ഇല്ലണോ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ നടക്കില്ലായിരുന്നു. ആ സിനിമയും പിന്നീടുള്ള സിനിമകളിലേക്ക് അത് തുടർച്ച ഉണ്ടാവുകയില്ലായിരുന്നു. അപ്പോൾ അതെല്ലാം ഒരു നിമിത്തമാണ് നമ്മുടെ. ഇപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്താ വെച്ചാൽ ഏറ്റവും വലിയ പ്രശ്നം, നമ്മൾ ഈ സക്സസ് ഉണ്ടാവുന്ന സമയത്ത് അസൂയക്കാർ കൂടും. കീർച്ചക്ര ചെയ്യുമ്പോൾ എനിക്ക് ഒരു ശത്രു ഉണ്ടായിരുന്നില്ല, കാരണം ഇവനെന്ത് പടം ചെയ്തത് എന്നല്ല. പക്ഷെ കീഴ്ചക്ര വലിയ ഹിറ്റായപ്പോൾ എനിക്ക് ശത്രുക്കൾ കൂടി. അത് ശത്രു എന്ന് പറഞ്ഞാൽ അസൂയക്കാരാണ്. എന്നെക്കൊണ്ടത് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് മറ്റവൻ ചെയ്യുമ്പോൾ എനിക്ക് അസൂയ. അതിനെ ഞാനങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. എനിക്ക് അസൂയക്കാർ വരുന്ന സമയത്ത് ഞാൻ ഇത് ഇപ്പോൾ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇതിലൊക്കെ ആണെങ്കിലും സോഷ്യൽ മീഡിയയിലും ചില കാര്യങ്ങൾ പറഞ്ഞാൽ തെറികൾ വരുന്നതാണ്. അതൊരു പ്രത്യേക കമൻസായിട്ട് തെറികളാണ്, കമൻ്റ് അല്ല. അത് വെറുതെ തെറി വിളിക്കുക. അത് ചില ഒരു പ്രത്യേക സമുദായം എന്ന് പറഞ്ഞില്ല. ഞാൻ സമുദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മുസ്ലിം പേരുകളിടും. എന്ത്, നമ്മൾ BJP-കാരനാണ്, അവിടെ ഹിന്ദു മുസ്ലിം ആക്കുക. എനിക്കറിയാം ആ എഴുതുന്നതിൽ പലതും ആ സമുദായത്തിന് പോലും പേരുദോഷം ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള ലാംഗ്വേജുകളാണ് അവർ യൂസ് ചെയ്യുന്നത്. ഞാൻ കാണുന്ന അതേ സമുദായക്കാർ, എൻ്റെ മുസ്ലിം സഹോദരന്മാർ ഒരിക്കലും നേരിട്ട് കാണുന്ന സമയത്ത് എന്നോട് ഒരിക്കലും അങ്ങനെയൊരു വിദ്വേഷം കാണിച്ചിട്ടില്ല. പിന്നെ എവിടെ നിന്നാണ് ഈ സോഷ്യൽ മീഡിയയിൽ മാത്രമൊരു വിദ്വേഷം വരുന്നത്? അത് ചില പെർട്ടിക്കുലർ അജണ്ടയാണ്. ഇപ്പോൾ സിനിമയെക്കുറിച്ച് മേജർ രവി എഴുതോടെ താഴ്ത്ത്, മോഹൻലാൽ ഇനി മേജർ രവിക്ക് ഡേറ്റ് കൊടുക്കരുത് കേട്ടോ. എന്തേ, അവന് വല്ല പ്രശ്നമുണ്ടോ? ഇല്ല. അത് മോഹൻലാലിനുമായിട്ട് ഞാൻ അടുപ്പമുള്ളതിൽ ഇഷ്ടമില്ലാത്ത ചില ആളുകളുണ്ടായിരിക്കും, അവർ കുറച്ച് ആൾക്കാരെ വെച്ചിട്ട് ഇത് എഴുതിപ്പിക്കും. സോ ഇവിടെയുള്ള പ്രശ്നം എന്താ വെച്ചാൽ, നിങ്ങൾ വളരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം സോഷ്യൽ മീഡിയയിൽ എത്രത്തോളം അറ്റാക്ക് വരുന്നു എന്നുള്ളതാണ്. അത് വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ പറയാത്ത കാര്യങ്ങളെപ്പോലും വളച്ചൊടിച്ചുകൊണ്ട്, ഇപ്പം മായയുടെ കേസ്, മോഹൻലാലിൻ്റെ മോളുടെ ഒരു കേസിനകത്ത് ഞാൻ പറഞ്ഞത് എന്തായിരുന്നു, ആ കുട്ടിയെ എനിക്കറിയാം കുട്ടിക്കാലം തൊട്ടിട്ട്. ആ കുട്ടി എന്ത് കണ്ടാലും പെട്ടെന്ന് വൈകാരികമായിട്ട്, കാരണം അവൾക്ക് ഒരാളെ ഹേർട്ട് ചെയ്യുന്നത്, സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരാൾ ഒരു പട്ടീനെ കല്ലെടുത്തെറിഞ്ഞു എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് വെച്ചുകൊണ്ട് വീട്ടിൽ വന്നിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടീനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്. അവിടെ ഒരു കുട്ടീനെ തല്ലുന്ന കണ്ടപ്പം ആ കുട്ടി അതിന് പ്രതികരിച്ചു. അതിനെ നിങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് വലിയ വിവാദമായി ചർച്ച. നിങ്ങളാരാണോ മായയ്ക്ക് വേണ്ടി പറയാൻ? കാരണം എന്താണ്? അപ്പം ഞാൻ BJP-കാരനായി, മായ എന്തായി, അവിടുത്തെ ജൻസി ഗ്രൂപ്പ് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റായി, ഞാനിപ്പുറത്ത്. ഇതിൽ ഞാൻ പേഴ്സണലായി പറഞ്ഞിരിക്കുന്നു, രവി അങ്കിളും മായയും, അല്ലാതെ അവിടെ വിസ്മയും മേജർ രവിയും അല്ല. കുട്ടിയായിട്ട് കണ്ട അഭിപ്രായ പ്രകടനം നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. കുട്ടി നമ്മുടെ മുമ്പിൽ ജനിച്ചു വളർന്നിട്ടുള്ളതാണ്, എൻ്റെ മോൻ്റെ കൂടെ പഠിച്ചിട്ടില്ല, ഇവരൊക്കെ ഒരുമിച്ച് ഊട്ടിയിൽ പഠിച്ചു. അപ്പോൾ ഇവരൊക്കെ നമുക്ക് അറിയാം. അതിലെ ഞാൻ പറഞ്ഞ ആ കുട്ടി പെട്ടെന്ന് ആ കുട്ടീനെ അടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് ആർക്കാരും ഇഷ്ടപ്പെട്ടില്ല, അവൾ കരയും, അവൾ പ്രതികരിക്കുകയും ചെയ്യും. അതിനെ വളച്ചൊടിച്ച് എന്തൊക്കെ ഉണ്ടാക്കി. അപ്പോഴത്തേക്കും മോഹൻലാൽ തള്ളിപ്പറഞ്ഞു, ഉന്തിപ്പറഞ്ഞു, മറിച്ചിട്ടു. ശരിക്കും അങ്ങനെ വല്ല സംഭവങ്ങളുണ്ടായി? ഈ പറഞ്ഞ ശേഷം ലാലേട്ടൻ ആരെങ്കിലും വിളിക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ? നമ്മളങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ കാണുന്നുണ്ട്, ഞങ്ങൾ പല മീറ്റിങ്ങുകളും നടക്കുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ ഇടയിലൊക്കെ കാണുന്നത് നമുക്ക് ചിരി വരികയാണ്. ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളെപ്പോലും അവിടെ പറയുന്നുണ്ട്. അതിനിടയ്ക്ക് വേറെന്തോ പറഞ്ഞു, ഒരു പോസ്റ്റ് കണ്ടിരുന്നു, ഞാൻ പച്ചക്കറി മാർക്കറ്റിൽ നിന്ന് വന്നതല്ല, പട്ടാളത്തു നിന്നാണ് വന്നത്, അപ്പോഴത്തേക്കും പച്ചക്കറി സംഘടന എനിക്ക് എഗൻസ്റ്റ്. ഇങ്ങനെ വല്ലതും നമ്മൾ എവിടെ പറഞ്ഞു എന്താണെന്നുള്ളതില്ല. പിന്നെ എന്തെങ്കിലും ഒന്ന് പറയുന്ന സമയത്ത് പ്രാസൊപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പോലും നിങ്ങൾ വ്യാഖ്യാനിക്കും. എന്തിനിപ്പം പിണറായി വിജയൻ്റെ കാര്യം പറഞ്ഞില്ല, 56 വണ്ടി 560 പോലീസെന്ന് പറഞ്ഞു. അത് 56 വണ്ടികളിൽ നിന്നല്ല, അത് അതിൻ്റെ കമൻറ്റ് കണ്ടാലും അറിയാം. ഒരു സ്ഥലം നിങ്ങൾ 56 നുണയാണ് പറഞ്ഞു, 55 ഉള്ളൂ. അത് തന്നെ സർക്കാസമാണ് അവിടെ. സോ പീപ്പിൾ, അപ്പം പാർട്ടിക്കാർ അതുകൊണ്ട് കയറി. കാരണം മേജർ രവി പറഞ്ഞപ്പോഴത്തേക്ക് ഇത് കയറി ഹിറ്റായിരിക്കുന്നു. കാരണം ഇയാൾ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി. എന്നിട്ട് ആ ചാനലുകാരനെ കൊണ്ടിട്ട് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഒരു മാർക്സിസ്റ്റുകാരെല്ലാവരും കൂടെ ചേർന്ന് പലതും ചെയ്യാൻ നോക്കി. ഇന്ത്യയിൽ നിന്നിട്ട് ആ ന്യൂസ് എടുത്ത് കളഞ്ഞിട്ട് അത് അവിടെ ഇവിടെയൊക്കെ. സോ പല കാര്യത്തിലും നിങ്ങൾ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് അതിനകത്ത് ജാതിയും മതവും കയറ്റിക്കൊണ്ട് വിദ്വേഷം ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ നിങ്ങൾ എന്താ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നതെന്നുള്ളത് തന്നെത്താനൊന്ന് ചോദിച്ചു നോക്കുക. ഇത് പറഞ്ഞപ്പോൾ ഒരു കമൻസ് പറയുമ്പോൾ ആലോചിച്ചിട്ടുണ്ടോ, നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിച്ച് പറയണം എന്ന് ആലോചിച്ചിട്ടുണ്ടോ ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷം? ഇല്ല, എനിക്ക് ഇന്നവർ അങ്ങനെ കുറ്റബോധം തോന്നിയില്ല. ഞാൻ പറഞ്ഞിട്ടുള്ള ശരി തന്നെയായിരുന്നു. ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആ പറഞ്ഞത് തെറ്റാണ്, ഐ എം സോറി. എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ വരികയാണെങ്കിൽ ഞാൻ പറയും, എൻ്റെ കയ്യിൽ നിന്ന് പോയതാണ് കേട്ടോ, സോറി. അങ്ങനെ ഒരു സിറ്റുവേഷൻ അധികം എനിക്ക് വന്നിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ഇപ്പോഴും തന്നെ നിൽക്കുകയാണ്. ഈ 2 ദിവസം ഉണ്ടായിരുന്നത് നീറ്റുകാരായിരുന്നു. 4-ാം ദിവസം ആയപ്പോഴത്തേക്ക് അവിടെ വന്നിരുന്നത് MA ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ 10 വർഷമായിട്ട് MA പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഫ്രീ ആയിട്ട് അവിടെ പഠിക്കുന്നു.
അങ്ങനെയുള്ള ആളുകളാണ് ഈ സമരത്തിന് വന്നിരിക്കുന്നത്. അവരാണ് അവിടെ വന്നിട്ട് സംസാരിക്കുന്നത്. അവിടെ നടന്നിരുന്നത് എന്തായിരുന്നു? എവിടുന്നായിരുന്നു ഈ ഫുഡ് വന്ന്? എല്ലാം ഫോറിൻ ഫണ്ടഡ് ഫുഡായിരുന്നു വന്നിരുന്നത്. അപ്പോഴത്തേക്ക് അവിടെ ഫോറിൻ ഇൻവോൾവ്മെൻ്റ് ഉണ്ടെന്ന് ഇതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ കുട്ടികളെ അടിച്ചതിന് എനിക്ക് സങ്കടമില്ല. സങ്കടമുണ്ട്. ഞാൻ കുട്ടികളെ അടിക്കുന്ന ആളല്ല. കുട്ടികളെ ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ്. എനിക്ക് ഏത് ചെറിയ കുട്ടികളെ കണ്ടു കഴിഞ്ഞാലും ഐ റിയലി ലവ് ദം. അപ്പം ഒരു കുട്ടീനെ അടിക്കുക എന്ന് പറഞ്ഞാൽ അത് ആ ആദ്യത്തെ 2 ദിവസത്തിലുണ്ടായി. ബാക്കിയുള്ള അടി കിട്ടിയത് അത് വാങ്ങിക്കേണ്ടവർ തന്നെയായിരുന്നു വാങ്ങിച്ചത്. എന്തൊക്കെയാണ് അവിടെ പറഞ്ഞിരുന്നത്? നിങ്ങളുടെ രാജ്യത്തിൻ്റെ ഒരു പ്രധാനമന്ത്രീനെ അച്ഛനും അമ്മയ്ക്കൊക്കെ വിളിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വയസ്സ്? 15 വയസ്സ്. അതോ വിളിക്കുന്നത് വെറൊരു വിളിയല്ല, അത്രയും നികൃഷ്ടമായ ലാംഗ്വേജുകൾ യൂസ് ചെയ്തിട്ട് എന്നിട്ടും പോലീസ് സഹിച്ചുകൊണ്ടിരുന്നു. പിന്നെ പോലീസിനെ കയറി അടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവർ തിരിച്ചടിക്കും. അതിലടി കൊണ്ടേ പറ്റൂ. അപ്പോൾ അതിനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെന്തിനാ കുറ്റബോധം? അടി കൊള്ളാൻ കാരണമായിട്ട് എനിക്ക് തോന്നുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്ന ഒരാൾ തന്നെയായിരുന്നു സാറിന് പോലുള്ള ഒരാളെ. കാരണം നമ്മുടെ ഒരു ഇന്ത്യൻ പട്ടാളത്തിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചിലവഴിച്ച ഒരുപാട് നാളുകളുണ്ടായിരുന്നു. അതിനൊക്കെ അപ്പുറം രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോഴാണോ, പ്രത്യക്ഷമായ ഒരു രാഷ്ട്രീയത്തിലേക്ക് താങ്കൾ കടന്നു വന്നപ്പോഴാണോ ഈ ആക്രമണം കൂടിയത്? യെസ്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ രാഷ്ട്രീയത്തിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടമില്ലാത്ത എത്രയോ ആൾക്കാർ കേരളത്തിൽ എസ്പെഷ്യലി നോക്കി കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും വരില്ല. എനിക്ക് കോൺഗ്രസ്സുകാരായിട്ട് യാതൊരു പ്രശ്നമില്ല. പക്ഷേ എനിക്ക് കോൺഗ്രസിൻ്റെ ഡൽഹിയിലത്തെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഐ ഡോണ്ട് അക്സെപ്റ്റ് ഇറ്റ്. എൻ്റെ ഇവിടെ കോൺഗ്രസിൻ്റെ ഞാൻ ആരാധിക്കുന്ന, അത് സുധീരേട്ടനാണെങ്കിലും ശരി, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ഇവരൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. അങ്ങനെയുള്ള സീനിയർ ആളുകൾ. കാരണം ഞാൻ പണ്ടൊരു കാലത്ത് KSUവിലായിരുന്നു സ്കൂൾ പഠിക്കുന്ന സമയത്ത്. പക്ഷേ ഈവനിങ് ബാലശാഖയിലും പോയിരുന്ന ആളാണ് ഞാങ്ങാട്ടിയിൽ. അപ്പം അന്ന് രാഷ്ട്രീയം എന്നുള്ളത് എൻ്റെ എല്ലാ കൂട്ടുകാരും KSUവിനുണ്ട്. അപ്പോൾ അവിടെ ഉണ്ട്, കുറച്ച് SFIയിലുണ്ട്. ചിലപ്പോൾ സ്കൂളിൽ അടിപിടിയൊക്കെ നടക്കുകയും ചെയ്യും. അതൊന്നും വലിയ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ഒന്നുമല്ലാതെ. ഈവനിങ് ശാഖയിൽ പോയി എന്ന് പറഞ്ഞു. അന്ന് ശാഖയിൽ പോകുന്നത് ഞാനും ചിലപ്പോൾ എൻ്റെ ക്ലാസ്മേറ്റ് അതുൽ ഖാദറും കൂടിയിട്ടായിരിക്കും പോകുന്നത്. അവനവിടെ പുറത്തിരുന്ന് ഈ കളിയൊക്കെ കണ്ടുകൊണ്ടിരിക്കും, ശാഖയിൽ കയറില്ല അവൻ. പക്ഷേ അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് തിരിച്ചു പോരുന്നുണ്ട്. ആ കാലത്തിനെയാണ് നിങ്ങൾ ഈ മാറ്റി മറിച്ചിട്ട് BJP എന്ന് പറയുമ്പോഴത്തേക്കും വർഗീയനായി. പിന്നെ അപ്പോഴത്തേക്കും എനിക്ക് ശത്രുക്കൾ കൂടി രാഷ്ട്രീയപരമായിട്ടുള്ളത്. രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം കൂടുതൽ ശത്രുക്കളായി ഉണ്ട്. പക്ഷെ അതുകൊണ്ട് ഞാനെന്തിനാ എൻ്റെ ഐഡിയോളജിയെ മാറ്റുന്നത്? എനിക്ക് ഐഡിയോളജി എന്ന് പറഞ്ഞാൽ എൻ്റെ രാഷ്ട്രമാണ്. എനിക്ക് അതിലപ്പുറത്ത് ആ രാഷ്ട്രത്തിനെ സ്നേഹിക്കുന്ന കോൺഗ്രസ്സായിട്ട് നിങ്ങൾ എന്നെ കാണിച്ച് പ്രൂവ് ചെയ്തൊരു ഐ വിൽ ബി വിത്ത് യു. ആ രാഷ്ട്രത്തിനെ സ്നേഹിക്കുന്ന കമ്മ്യൂണിസ്റ്റായിട്ട് നിങ്ങൾ എന്നെ കാണിച്ചു തരൂ, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. പക്ഷെ നിങ്ങളിവിടെ ഇരുന്നുകൊണ്ട് ക്യൂബയ്ക്ക് ജയ് വിളിക്കുക, ചെക്കോസ്ലോവാക്യയ്ക്ക് ജയ് വിളിക്കുക, ചെഗുവേരയ്ക്ക് ജയ് വിളിക്കുക, ഇവിടുത്തെ ഭഗത് സിംഗിന് ജയിലില്ല. അപ്പോൾ എന്താണ് ഞാൻ നിങ്ങളെ കമ്മ്യൂണിസ്റ്റുകാരെ അക്സെപ്റ്റ് ചെയ്യുന്നത്? എൻ്റെ രാജ്യത്തും ഹീറോസ് ഉണ്ടായിരുന്നു. എവിടെയായിരുന്നു നിങ്ങൾ? ഭഗത് സിംഗിനെ നിങ്ങളെന്താ ഇത് വിളിക്കാത്തത്? സുഭാഷ് ചന്ദ്രബോസിനെ എന്തുകൊണ്ട് നിങ്ങൾ ജയ് വിളിക്കുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് അവരുടെ ഫോട്ടോ വെച്ചിട്ട് നിങ്ങൾ ആ ചുവന്ന സ്റ്റാറും വെച്ചുകൊണ്ട് നിങ്ങൾ കൊണ്ടു നടക്കാത്തെന്താ? അപ്പോൾ അവർ നമ്മുടെ ഹീറോസ് അല്ലായിരുന്നു. നിങ്ങൾക്ക് ഹീറോ വേണമെങ്കിൽ ചെക്കോസ്ലോവാക്യയിലോ അല്ലെങ്കിൽ അർജൻറ്റീനയിലോ പോയിട്ടുള്ള ഹീറോസിനെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ ഫോട്ടോ വയ്ക്കണമെങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല. ഇതൊക്കെ തന്നെയാണോ BJPയോട് അടുക്കാനുള്ള ഉണ്ടായൊരു സാഹചര്യം? അതോ BJPയോട് അടുക്കാന്ന് പറഞ്ഞാൽ BJPയോട് എന്ന് പറഞ്ഞാൽ BJPയെ എനിക്ക് രാഷ്ട്രബോധം ഉള്ളത് കൊണ്ടുള്ള ആ ഒരു രാഷ്ട്രസ്നേഹം, അത് BJPയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ശാഖ എന്നൊക്കെ നമ്മളെപ്പോഴും ആ ധ്വജം പൊക്കി മണ്ണിനെ സ്നേഹിക്കുന്ന, നിൽക്കുന്ന മണ്ണ് വലുതാണെന്നുള്ളത്. അതിൽ ചിലപ്പോൾ എനിക്ക് ചില നേതാക്കന്മാരായിട്ട് ചേർന്ന് പോകാൻ പറ്റിയെന്ന് വരില്ലായിരിക്കും. ഇപ്പം എനിക്ക് മോദിജി എന്തോ ആയിക്കോട്ടെ, ഇതുവരേക്കും ഞാൻ കണ്ടിട്ടുള്ളത് ഒരു കറപ്ഷൻ ഇല്ലാതെ ഈ രാജ്യത്തിന് നല്ലൊരു നിലയിൽ കൊണ്ടുപോയിട്ടുള്ള ഒരു വ്യക്തി. പക്ഷെ അവിടെ ഇപ്പം അതേ നിതിൻ ഗഡ്കരി എന്ന് പറഞ്ഞ വ്യക്തിനെ ഞാൻ അത്രയും ആരാധിക്കുന്നൊരു വ്യക്തിയാണ്. എൻ്റെ റോഡുകളും ഞാൻ എന്നും ആഗ്രഹിക്കുന്ന, വണ്ടി ഓടിക്കുന്ന ആളാണ്, നല്ലൊരു റോഡ് എന്നുള്ളത്. അതൊന്ന് നാഷണൽ ലെവലിൽ കാണുന്ന സമയത്ത്, അതുപോലെ തന്നെ റെയിൽവേ ട്രാക്കുകളും ഇതെല്ലാം ഡെവലപ്മെൻറ്റ് കാണുന്ന സമയത്ത് യെസ് ദേ ഹാവ് ഡൺ വണ്ടർഫുൾ. ബട്ട് അറ്റ് ദ സെയിം ടൈം വെൻ ഹി ഹസ് ഓർഡർഡ് ദാറ്റ് E20 പെട്രോളിൻ്റെ കാര്യത്തിൽ ഐ ഡിഫർ. കാരണം പല വണ്ടികളുടെയും കംപ്ലയിൻറ്റുകൾ ഇതൊക്കെ വരുന്ന സമയത്ത് അത് വിചാരിച്ച് എൻ്റെ BJP നേതാവ് അത് പറഞ്ഞു ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യില്ല. ഐ വിൽ നോട്ട് ഡു ദാറ്റ്. ഇഫ് ഹി ഹസ് ഡൺ സംതിങ് ഹീ ഷുഡ് ഹാവ് ടേക്കൻ എ പ്രോപ്പർ കോഗ്നിഷൻ. ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ റെപ്രിക്കഷൻസ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ഇങ്ങനൊരു ഓർഡർ പാസ്സാക്കണമായിരുന്നു. ഇതിപ്പോൾ വണ്ടികൾ പലതും വരുന്നുണ്ട്. പക്ഷേ പറയുന്നത് എന്താ വെച്ചാൽ അവരൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണെന്ന്. പക്ഷേ ജനങ്ങൾക്കിന് അത് കൺവിൻസ് ചെയ്ത് കൊടുക്കേണ്ടതായിരുന്നു. അപ്പോൾ എൻ്റെ നേതാവെന്ന് പറയുന്നത് ഞാൻ ബ്ലൈൻഡ്. ഞാനിപ്പോൾ ഈ പിണറായി വിജയനെ മാർക്സിസ്റ്റുകാർ ചിലർ ആരാധിച്ചുകൊണ്ട് നടക്കുന്ന പോലെ ഐ വിൽ നോട്ട് ബി എ ബ്ലൈൻഡ് മാൻ ടു വേർഷിപ്പ് ഹിം. അതെൻ്റെ BJPയുടെ നേതാവാണെങ്കിൽ ശരി. ഇന്ന് എനിക്ക് തോന്നുന്നു യെസ്
എൻ്റെ ബി ജെ പിയുടെ നേതാവ് ഈ ചെയ്ത് തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ പറയുന്നത്. അത് ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാലം ഉണ്ടായിരുന്നു. 2017 ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴെന്താണ്, ആസ് ലോങ് ആസ് തിങ്സ് ആർ ഗോയിങ് വെൽ, കൺട്രി ഈസ് ഗോയിങ്, എൻ്റെ ഫൈനാൻഷ്യൽ എക്കണോമിക്കൽ ബാലൻസ് ഇതെല്ലാം നോക്കുന്നത് കൺട്രി ഈസ് ഡൂയിങ് വെൽ. പ്രാർത്ഥിക്കുകയാണ് അവർ തെറ്റ് ചെയ്യാതിരിക്കട്ടെ എന്ന്. തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മാറും. അല്ല ഞാൻ വേറൊരു പാർട്ടിക്ക് വേണ്ടിയിട്ട് പോയി എന്നിട്ട് എനിക്ക് ഇലക്ഷൻ സീറ്റ് വരുമോ, ഞാൻ ഇവിടെ പോലും ഒറ്റപ്പാലത്ത് വന്ന പോലും ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ചോദിച്ചിട്ട് വന്നത്. അതാണ് ചോദിക്കായിരുന്നു, ഒറ്റപ്പാലത്തേക്ക് മത്സരിക്കാൻ യാദൃശ്യമായി സംഭവിച്ചാണോ അതോ പാർട്ടി? അല്ല, പാർട്ടി അവിടുന്ന് ഡൽഹിയിൽ നിന്ന് എന്നെ പറഞ്ഞു, എപ്പോൾ വിളിച്ച് പറഞ്ഞാലും യു ആർ നോട്ട് അക്സെപ്റ്റിങ് ഇറ്റ് എന്ന് പറഞ്ഞിരുന്നു. ലോക്സഭയിൽ നിൽക്കാൻ പറഞ്ഞ് ഞാൻ നിന്നില്ല, പാലക്കാട് നിൽക്കാൻ വേണ്ടി പറഞ്ഞ സമയത്ത് ഞാൻ നിന്നില്ല. എന്നോട് സുരേന്ദ്രൻ വിളിച്ച് പറയും കൂടെ, രവിട്ട നോ എന്ന് പറയരുത് കേട്ടോ. ഞാൻ സുരേന്ദ്രൻ എനിക്ക് താല്പര്യമില്ല, അല്ല രവിട്ട എന്നാൽ അതില്ലെങ്കിൽ എറണാകുളത്ത് നിൽക്കണം. ഞാൻ ഇവിടെ കൃഷ്ണമാറിന് വേണ്ടി ക്യാമ്പയിൻ ചെയ്യായിരുന്നു പാലക്കാട്, മണ്ണാർക്കാട് സൈഡിൽ. അപ്പോഴാണ് സുരേന്ദ്രൻ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് രവിട്ട നോ എന്ന് പറയാൻ പറ്റില്ല, ഡൽഹിയിൽ നിന്ന് റോഡ്. ഞാൻ പറഞ്ഞു ഞാൻ നിൽക്കില്ല സുരേന്ദ്രൻ, എനിക്ക് പറ്റില്ല എന്ന്. അങ്ങനെയാണ് അവസാനം കെ.എസ്. രാധാകൃഷ്ണനേട്ടൻ അവിടെ വന്നിട്ട് നിന്നതൊന്നുമില്ല. ഇപ്രാവശ്യം ആദ്യമേ പറഞ്ഞു, എൻ്റെ അടുത്ത് സെപ്റ്റംബറിലേ പറഞ്ഞു, യു ഗോ ടു സ്റ്റാൻഡ്, അതെവിടെയാണെന്നുള്ള പറയാൻ പറഞ്ഞു. അപ്പോൾ തൃപ്പൂണിത്തുറ ആൻഡ് പാലക്കാട് ആണ് ഇവർ പറഞ്ഞത്. ഞാൻ പാലക്കാട്ടുകാരനാണ്, തൃപ്പൂണിത്തുറ എനിക്ക് അവിടെ ഇപ്പോഴും പോയിട്ട്. അപ്പോൾ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു പാലക്കാട് അവിടെ ബി ജെ പിയുടെ നേതാക്കന്മാർ പലരും ഉണ്ട് അടിപിടി കൂടാനായിട്ട്. അപ്പോൾ ശോഭയായിരിക്കും, കൃഷ്ണകുമാറുണ്ടായിരിക്കും, ഇവരൊക്കെ ഉണ്ടായിരിക്കും, വിട്ടേക്ക്, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ നോക്കുമ്പോഴാണ് ഞാൻ ഒരു കണക്കൂട്ടിയപ്പം ഒറ്റപ്പാലം മാർക്കസ് കോട്ട, ഓക്കെ, കോൺഗ്രസും ഈക്വലി കിട്ടുന്നുണ്ട്. ബി ജെ പിക്ക് 25,000 വോട്ടേ ഉള്ളൂ ഇവിടെ. ഞാനിവിടെ നിന്ന് ഒരു 5,000 വോട്ട് കൂടുതൽ പിടിച്ചാൽ അത് എൻ്റെ ക്രെഡിറ്റ് അല്ലേ. ഞാൻ വിളിച്ച് പാലക്കാട് പോയിട്ട് ശ്രീധരൻ സാർ വാങ്ങിച്ച 53,000 വോട്ടിൽ നിന്ന് ഞാൻ 50,000 വാങ്ങിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഡിഫാക്ട് റേഞ്ച് നമ്മുടെ കുറയും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടുന്ന് ഞാനൊരു 5,000 വോട്ട് കൂടുതൽ വാങ്ങിക്കുന്നത് ആയിരിക്കും എനിക്ക് ക്രെഡിറ്റ്. ജയിക്കില്ല എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ ഇലക്ഷൻ നിൽക്കുന്ന സമയത്ത് നമുക്കൊരു ഫീൽ കിട്ടുന്നത് എങ്ങനെയാണെന്ന് അറിയാം. നമ്മൾ ഈ ലോക്കൽ ആളുകൾ നമ്മളെ കൊണ്ടുപോകുന്നതല്ല, ഈ ബി ജെ പി നമ്മൾ എവിടെയൊക്കെ ഇൻഫ്ലുവൻസ് ഉണ്ട് അവിടെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്കൊരു ഫീൽ കിട്ടും എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യാമെന്ന് പറയുന്നുണ്ട് നമ്മൾ ജയിക്കുന്നത്. പക്ഷേ ആക്ച്വലി അതല്ല ഫാക്ട്. നമ്മൾ മറ്റേ പോക്കറ്റുകളിൽ പോകുന്നില്ല, മാർക്കസ് കോട്ടകളിൽ പോകുന്നില്ല, കോൺഗ്രസിൻ്റെ കോട്ടകളിൽ പോകുന്നില്ല. നമ്മൾ ആ മീറ്റിംഗ് ഈ മീറ്റിംഗ് ഇതൊക്കെ വെച്ചു. ഇവിടെ ചിലർ വന്നിട്ട് ആ കോൺക്ലേവ് നടത്തി, ഈ എല്ലാം ഐവാഷുകൾ. നേരെ മറിച്ച് നമ്മൾ ഇറങ്ങി നടന്നിട്ട് ഇപ്പോൾ മാർക്സിസ്റ്റിൻ്റെ പ്രേമൻ്റെ ഏരിയയിൽ ഞാൻ പോയിട്ട് നിൽക്കുമ്പോൾ എനിക്കറിയാം എനിക്ക് വോട്ട് കിട്ടുമില്ല എന്ന്, ജയിക്കില്ല. പക്ഷെ ഞാൻ ആ ഏരിയയിൽ പോകുന്നില്ല. ഇതാണ് നമ്മൾ പഠിച്ചൊരു പാഠം. എന്നാലും അതാണ് ഞാൻ വിചാരിച്ചില്ലേ, അതന്നെ പറഞ്ഞത്. അങ്ങനെയാണ് ഒറ്റപ്പാലത്ത് നിൽക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. ഇവിടെ വന്നിട്ട് എനിക്ക് 43,000 വോട്ടോളം കിട്ടി. ഇത് കിട്ടുമ്പോൾ എന്തായി, ക്രെഡിറ്റ് എൻ്റെയാണ്. 18,000 വോട്ട് നമ്മൾ കൂടുതൽ പിടിക്കുന്നു എന്നുള്ളത്. അപ്പം അതുകൊണ്ട് അപ്പം ജനങ്ങൾക്ക് നമ്മളോടൊരു ഇഷ്ടമുണ്ട്. അപ്പം ആ നന്ദി സൂചന തന്നെയാണ് ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ ഉള്ളൊരു സാഹചര്യം തരുന്നത് ആദ്യമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നല്ലോ. ഇത് ഭയങ്കര ഫീലായത്. കാരണം നമ്മൾ അപ്പോഴാണ് അറിയുന്നത് ഒരു മനുഷ്യന്. നമ്മൾ ഇപ്പം പറയാൻപറ്റ ഉത്സവം നടക്കുന്ന സമയത്ത് ഞാൻ അവിടെ ചെന്നു, ഡാൻസ് ചെയ്ത് വേർത്ത് നിൽക്കുന്ന ആളുകൾ എൻ്റെ കൂടെ വന്നിട്ട് ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോൾ ഒരു സാറ് തൊടല്ലേ വേർത്തിരിക്കുന്നു. പക്ഷെ അവനങ്ങ് കെട്ടിപ്പിടിക്കുമല്ലോ, ഇവനാകെ സാറ് വേർപ്പ്. അതിന് ഞാൻ എന്താ വേർപ്പ് കാണാത്ത, അവൻ പോയി അവനവിടെ വീണു. കാരണം അവന് മനസ്സിലായി ഈ മനുഷ്യൻ എൻ്റെ ആളാണെന്നുള്ളത്. സോ ഇതാണ് നമ്മൾ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഇവരൊക്കെ നമ്മളെ കണക്കാക്കി വെച്ചിരിക്കുന്നത്. ഇയാൾ തൊടാൻ വലിയ എന്താ അങ്ങനെയില്ല. ബിക്കോസ് ഞാൻ വേർപ്പിൽ നിന്ന് വന്നിട്ടുള്ള വ്യക്തിയാണ്. ഇപ്പോൾ സ്പ്രേ അടിച്ചുകൊണ്ട് നടക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നല്ല ഷർട്ടും മുണ്ടൊക്കെ ആയിരിക്കും. പക്ഷെ അന്നൊരു കാലം ഉണ്ടായിരുന്നു, ഈ പാടങ്ങളിലും പറമ്പുകളിലും കിണറിലും കുളത്തിലും ചാടിക്കളിച്ച് വേർത്ത് നടന്നിരുന്നൊരു കുട്ടിയുണ്ട്. അങ്ങനൊരു സ്ഥലമാണല്ലോ ഞാൻ ഭാരതപ്പുഴ മുഴുവൻ അളന്നിട്ടുണ്ട്, കളിച്ചിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരാൾക്ക് വേർപ്പൊരു പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജനങ്ങളിലേക്ക് ഇറങ്ങിപ്പിച്ചത്. ഈ 18,000 വോട്ട് കൂടുതൽ കിട്ടുക എന്ന് പറയുന്നത്, 18,000 എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, 18,000 ആൾക്കാർ ഒരു ഘട്ടത്തിൽ വോട്ടെണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ 2ാം സ്ഥാനത്ത് വരുന്ന സാഹചര്യം കണ്ടു, ഞങ്ങൾ അനൗൺസ് ചെയ്തിരുന്നു. അപ്പോൾ അത് ഞാൻ കേട്ടിട്ട് പോലും ഇല്ല കേട്ടോ. ഞാൻ അന്ന് TV തുറന്നിട്ടേ ഇല്ല. ഞാൻ പട്ടാമ്പിൽ അവിടെ ഉണ്ടായിരുന്നു. ഇടയ്ക്കിവിടെ ആദ്യം ഇവിടെ നിന്ന് വന്നിട്ട് ഞാനങ്ങ് പോയി. പിന്നെ ഇടയ്ക്ക് നോക്കുമ്പോൾ കാണാം ഇത്ര വോട്ടാ. ഇത് ഞാൻ മൊബൈലിൽ മാത്രമാണ് കാണുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായി എങ്കിലും ഇത്രയും വോട്ട് തന്ന് എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതാണ് ഞാൻ പിന്നെ ഒറ്റപ്പാലത്ത് ഇവിടെ
പല പ്രശ്നങ്ങളിലും ഞാൻ രാഷ്ട്രീയത്തിനപ്പുറം ഉള്ള ഒരു വ്യക്തിപരമായ ഒരുപാട് വോട്ടുകൾ കിട്ടാൻ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് തെരഞ്ഞെടുപ്പ്. സയൻസ് നിങ്ങൾക്കറിയില്ല, പലരും പറയുമല്ലോ മുസ്ലിംസ് BJP വോട്ട് ചെയ്യില്ല. സംടൈംസ് യു ആർ റോങ്. എനിക്ക് കിട്ടിയിട്ടില്ല, എനിക്കറിയാം എവിടെ നിന്നൊക്കെയാണെന്നുള്ളത്. ചില സ്ഥലത്ത് ഇവിടെ ഭയങ്കര പബ്ലിസിറ്റി ആയിരുന്നു. ഒരു ബൂത്തിൽ മേജർ രവിക്ക് 0 വോട്ട്. ഓക്കെ, ആകെ 110 ആൾക്കാരുള്ള സ്ഥലത്ത് എനിക്ക് 0 വോട്ട്. അപ്പം എന്താ അത് പറഞ്ഞു വരുത്തുന്ന ആരായിരിക്കും, അത് നമുക്ക് മനസ്സിലാക്കാം. അപ്പം അതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. എവിടെ നമുക്ക് ഇത്രയധികം കൂട്ട് നമ്പർ 1 നിൽക്കുന്ന സ്ഥലങ്ങളിലും പോലും ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് സംസാരിക്കാം. ഇപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡേർട്ടി ബിസിനസ്, ഡേർട്ടി ഗെയിമാണത്. അവിടെ ചില സമയത്ത് നമ്മൾ എന്നെപ്പോലുള്ള ആൾ ഔട്ട്റേജിയസ് ആയിട്ട് ചിലപ്പോൾ ഷൗട്ട് ചെയ്യും. അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് നമുക്ക് മനുഷ്യനായി കണ്ടുകൊണ്ട് ഈ ഓണത്തിന് അധികം നേരം ഞാൻ സംസാരിക്കുന്നില്ല, കുറേ സമയം ഒരു കാര്യം കൂടി ചോദിക്കാനുള്ള, നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു അടുത്തൊരു സിനിമ ഏതാണെന്ന്. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ ആയിരുന്നു അനൗൺസ് ചെയ്തത്. അതിപ്പോൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും പലരും പല AI പടങ്ങളും അതും ചെയ്ത് സിന്ദൂറിൻ്റെ വാല്യൂ അങ്ങ് കളഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ അതിങ്ങനെ വെച്ചിരിക്കുകയാണ് ഇനിയിപ്പം. കാരണം അതിനൊരു മോഹൻലാലിനെ വെച്ചിട്ട് പടം ചെയ്യുന്നതിൻ്റെ ഒന്നും ത്രില്ല് എനിക്കില്ല ഇപ്പോൾ അതിനകത്ത്. കാരണം അതിൽ ആ ലാസ്റ്റിൽ വരുന്ന ഓപ്പറേഷൻ മഹാദേവ് എന്ന് പറയുന്നൊരു സംഭവം നാലിൽ അത് ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ച് ആ കഥയ്ക്കൊരു സ്ട്രെങ്ത് ഉണ്ട്. അത് ആര് ചെയ്താലും അത് ഓക്കെയാണ്. അതല്ലെങ്കിൽ ഒരു ലവ് സ്റ്റോറി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് പൊടി തട്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് അടുത്തൊരു വർഷത്തിലുള്ള സിനിമ ആവാമെന്ന് വിചാരിക്കുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്ട്രഗിൾ ചെയ്തത്. കാരണം ഇപ്പം ഞാനിപ്പോൾ പലപ്പോഴും എല്ലാ ശനി ഞായറൊക്കെ ആയിട്ട് ഞാനിവിടെ തന്നെ ഉണ്ട്. ഇപ്പോൾ സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള കുറേ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. അത് വരുന്ന സമയത്ത് സിനിമയ്ക്ക് പോയിട്ട് ഒരുത്തൻ്റെ മുന്നിൽ പോയി മുട്ടുകുത്തേണ്ട ഗതികേട് എനിക്കില്ല. സോ അതില്ലാത്തത് കൊണ്ട് എല്ലാം കംഫർട്ടബിളായിട്ട് വരികയാണെങ്കിൽ ചെയ്യും. ഇല്ലേ, സിനിമ ചെയ്തെല്ലാം അനുകൂലമായി വരുമ്പോൾ അങ്ങനെ ഒരു സിനിമ ചെയ്യും. അല്ലെങ്കിൽ ഇല്ല, അല്ലെങ്കിൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള ഇതുമില്ല. അപ്പോൾ ആര് നിങ്ങൾ എന്ത് വേണമെങ്കിലും പ്രൊപ്പണ്ട് അടിച്ചോ, നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മൾ സിനിമ ചെയ്യാം സമയം വരുമ്പോൾ. ഇല്ലേ, സിനിമ ചെയ്തില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആരും എന്നെ ഒന്ന് വെടിവെച്ച് കൊല്ലാനൊന്നും പോകുന്നില്ല. സോ അതുകൊണ്ട് ഇഫ് യു ആർ ലക്കി ആൻഡ് ഐ ആം ലക്കി, ഐ വിൽ കം വിത്ത് എ ഗുഡ് ഫിലിം. ഇഫ് നോട്ട് ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പോൾ എന്തായാലും വലിയ സന്തോഷം. താങ്കൾക്കും കുടുംബത്തിനും ഒരിക്കൽ കൂടി ഹൃദ്യമായ ഒരു ഓണാശംസകൾ കൂടി നേരിയാണ്. നമ്മോടൊപ്പം അല്പനേരം ഈ ഓണനാളിൽ ചെലവഴിക്കാൻ അവസരം തന്നതിൽ വളരെയധികം നന്ദി രേഖപ്പെടുന്നു. താങ്ക് യു വെരി മച്ച്. ഇത് കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ബി ഹാപ്പി. സന്തോഷത്തിൽ അച്ഛനമ്മമാരെയും ആ ബന്ധങ്ങളൊക്കെ മുറുക്കി പിടിച്ചുകൊണ്ട് ആ ഓണത്തിൻ്റെ ദിവസമെങ്കിലും നിങ്ങൾക്ക് ജന്മം തന്ന അച്ഛനമ്മമാരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ഒന്ന് ട്രൈ ചെയ്യും. It will be a wonderful Onam for you all. Thank you so much. God bless you all. Jai Hind.